ശ്രീ ആർ വി ബാബു, മലയാളം അക്ഷരത്തെറ്റ് കൂടാതെ പറയാനറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി. ഉച്ചാരണം അരോചകം, ഭാഷാശുദ്ധി തെല്ലുമില്ല. അതിനൊക്കെ ഉപരി ഒരു വകതിരിവുമില്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയുക. ഒരു വനിത മാത്രം മതിയോ, തുല്യതയ്ക്ക് ഒരു പുരുഷൻ കൂടെ വേണ്ടേ എന്നാണ് പരിഹാസച്ചിരിയോടെ ശിവൻകുട്ടിയുടെ ചോദ്യം. ശിവൻകുട്ടിയിൽ നിന്നും നിലവാരമില്ലാത്ത ഇത്തരം അഭ്യാസങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും ഇവരുടെയൊക്കെ അജണ്ട തുറന്ന് കാട്ടേണ്ടതല്ലേ? ശിവൻകുട്ടിയിൽ നിന്നും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അനിൽ നമ്പ്യാരെ? നമുക്കിതിനേക്കാളൊരു മെച്ചപ്പെട്ട നിലവാരം ശിവൻകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമുക്കാണ് തെറ്റുപറ്റുന്നത്. ശിവൻകുട്ടി എന്ന് മാത്രമല്ല, പൊതുവേ സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ സാംസ്കാരിക നിലവാരം പൊതുവേ നമ്മൾ ഈ ചന്തയിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ച് പരിചയമുള്ള സഖാക്കളാണ്. അവരിൽ നിന്നും സംസ്കാരം, മേന്മയേറിയ ഭാഷ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ശിവൻകുട്ടി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇപ്പം ഇവർ ഈ ഭരണഘടന, ജനാധിപത്യം, പാർലമെൻറ്റ്, നിയമസഭ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുന്ന ഇതേ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ശിവൻകുട്ടി പെരുമാറിയത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിയമസഭയ്ക്കകത്ത് എന്തെല്ലാം അക്രമങ്ങളാണ്, അതും മുണ്ടുമടക്കി കുത്തി, എന്താണ് വനിതാ അംഗങ്ങൾ കൂടിയുള്ള ആ സഭയിൽ മുണ്ടുമടക്കി കുത്തി ഡെസ്കിൻ്റെ മുകളിൽ കയറി നിന്ന് എന്താ പറയുക? അങ്ങനെയുള്ള ഒരു അധമനമായിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രിയുടെ ഭാഷ ഇതേപോലെ ആകുന്നതിൽ ആർക്കാണ് നമുക്ക് അത്ഭുതപ്പെടാൻ സാധിക്കുക? അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് സഖാക്കന്മാർ അങ്ങനെയാണ്. അതിൽ സംസ്കാരത്തിൻ്റെ ഭാഷ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ നിരാശപ്പെടുകയുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ഭാരതാംബയെ വനിത എന്ന് പറയുന്നു. ആ വനിത മാത്രം മതിയോ, കൂടെ പുരുഷൻ വേണ്ടേ എന്ന് പറയുന്നു. പണ്ട് നമ്മളിപ്പോൾ മറ്റേ ഗോമാത എന്ന് പറയുമ്പോൾ മറ്റേ കാള അച്ഛനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവർ. അതെ, പശു മാതാവാണെങ്കിൽ കാള അച്ഛനാവണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തെ, ചിന്തകളെ, പൈതൃകത്തെ, സങ്കല്പങ്ങളെ, ഇതെല്ലാം ഭാരതീയമായ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെയൊക്കെ അവഹേളിക്കുന്ന ഒരു പാരമ്പര്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. ഇന്നലെയോ തുടങ്ങിയതല്ല. അവർക്ക് ഭാരതീയമായതെന്തും അവഹേളിക്കാനുള്ളതാണ്, അവഗണിക്കാനുള്ളതാണ്, അധിക്ഷേപിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഗണപതി മിത്താണ് എന്ന് ഒരു മടിയും കൂടാതെ എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞത്. എം വി ഗോവിന്ദന് ഗണപതി മിത്താണ് എന്ന് പറയാൻ ഒരു മടിയില്ല. എന്നാൽ അതേ എം വി ഗോവിന്ദനോട് അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം ഹിന്ദു സങ്കല്പങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ മത്സരിച്ച MLA സ്വരാജ്, അദ്ദേഹം സാക്ഷാൽ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ ഹിന്ദു സങ്കല്പങ്ങളെ, വിശ്വാസങ്ങളെ ഒക്കെ അവഹേളിക്കുന്നവരെ ആദരിക്കുന്ന സ്വഭാവമാണ് ഇവർക്ക്. അതുകൊണ്ടാണ് MF ഹുസൈന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. സരസ്വതി ദേവിയെ നഗ്നയായിട്ട് വരയ്ക്കുന്ന, പാർവതി ദേവിയെ നഗ്നയായിട്ട് വരയ്ക്കുന്ന ചിത്രകാരൻ, ആ ചിത്രകാരനെ വിളിച്ച് രവിവർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് ഇതേ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്നത്തെ സെക്രട്ടറി, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇന്നത്തെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി എം എ ബേബിയാണ് MF ഹുസൈന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇന്നോ ഇന്നലെയോ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ഭാരത മാതാവ് എന്ന സങ്കല്പം പോയിട്ട് ഭാരതം എന്ന സങ്കല്പത്തോട് പോലും അവർക്ക് യോജിപ്പില്ലല്ലോ. ഭാരതം എന്ന പേര് നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം പ്രസിഡന്റ് ഓഫ് ഈ റിപ്പബ്ലിക് ഓഫ് ഭാരത്, പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിം ബോർഡ് എഴുതി വെച്ചപ്പോൾ ഭാരതം എന്ന പേര് ഉപയോഗിക്കാൻ ആര് പറഞ്ഞു? അല്ലെങ്കിൽ അതിനെന്താ അവകാശം? ഭാരതം എന്നുള്ള പേര് ഉപയോഗിച്ചതിനെതിരായിട്ട് എത്ര കടുത്ത വിമർശനമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. കാരണം അവർക്ക് ഭാരതം എന്ന ആ സങ്കല്പത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഭാരതീയമായ പൈതൃകം, ഇപ്പോൾ ഇവർ ഭരണഘടനയെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ ഭരണഘടനയിലാണ് ശ്രീരാമൻ്റെ ചിത്രമുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ചിത്രമുണ്ട്, നടരാജൻ്റെ ചിത്രമുണ്ട്, ഇതെല്ലാം ഈ ഭരണഘടനയിലുണ്ട്.
ഇതെല്ലാം ഭരണഘടനയിലുണ്ട്. പക്ഷേ ഭരണഘടനയിലുള്ള ഇത്തരം സങ്കല്പങ്ങളെ ഒന്നും, ഭരണഘടനയുടെ മാനുസ്ക്രിപ്റ്റിലുള്ള സങ്കല്പങ്ങളെ ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം അടിസ്ഥാനപരമായി ഇവർ ഭാരത വിരുദ്ധരാണ്. ഭാരതം എന്ന സങ്കല്പത്തിനെ ഇവർ അംഗീകരിക്കുന്നില്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലവും നമുക്കത് അറിയാം. ഭാരതം എന്ന അടിസ്ഥാന സങ്കല്പത്തെ തകർക്കാൻ ഈ രാജ്യത്തെ 16 17 ആയിട്ട് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞത് ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അവർ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ മെമ്മോറാണ്ടം കൊടുത്തവരല്ലേ. അവർ ഈ രാജ്യത്തെ പലതായി വെട്ടിമുറിക്കണം, കഷ്ണം കഷ്ണമായിട്ട് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ മുമ്പാകെ മെമ്മോറാണ്ടം കൊടുത്തവരാ. അപ്പോൾ അവർക്ക് ഈ രാജ്യം താർന്ന് തരിപ്പണമാവണം. ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോഴും ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഭാരതത്തിനെതിരായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നെഹ്റു സർക്കാർ ഇവരുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ചത്. ചൈനീസ് പക്ഷപാതികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ രാജ്യവിരുദ്ധരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അന്ന് നെഹ്റു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിലിലടച്ചത്. അപ്പോൾ ഇത് എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി, രാഷ്ട്രസങ്കല്പത്തിന് വിരുദ്ധമായി, രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞ് അതിനെ അവഹേളിച്ച് അധിക്ഷേപിച്ച്, അത് ഭഗവത്ഗീതയാകട്ടെ, മഹാഭാരതമാകട്ടെ, രാമായണമാകട്ടെ, അതെല്ലാം ചുട്ടരിക്കണം എന്ന് പറഞ്ഞ്, ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭാരതമാതാവിനെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ അത്ഭുതമുള്ളത്? അവർക്ക് ഭാരതമാതാവ് ഒരു വനിതയാണ്, അതിനപ്പുറമല്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. അങ്ങനെ ഒരു സങ്കല്പം അവർക്കില്ല. അവർക്ക് സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം, ഞാൻ ആ മണ്ണിൽ പിറന്നില്ലല്ലോ, ആ മണ്ണിൽ എനിക്ക് പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിച്ച ആളുകളാണ്. അവർക്ക് ഭാരതത്തെക്കാൾ വലിയ പുണ്യഭൂമി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു കാലത്ത്, റഷ്യയായിരുന്നു. അവരുടെ പവിത്ര നാട് റഷ്യയായിരുന്നു. റഷ്യയുടെ പണം വാങ്ങിയാണ് അവർ ഏറെക്കാലം ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. മിത്രോഖിൻ ആർക്കവൈസ് എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകം ഈ പണം വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്ര രേഖകളാണ്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ അവര് രാജ്യത്തിന്റെ പൈതൃകത്തെ തള്ളിപ്പറഞ്ഞവരാണ്. രാജ്യത്തിൻ്റെ ആധ്യാത്മിക പൈതൃകത്തെ, സാംസ്കാരിക പൈതൃകത്തെ, സാമൂഹ്യ പൈതൃകത്തെ എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ് ഈ രാജ്യത്തെ പലതായി വെട്ടിമുറിച്ച് തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ പാർട്ടി, അവര് ഭാരതമാതാവിനെ അംഗീകരിക്കില്ല, ഭരണഘടനയെ അംഗീകരിക്കില്ല, ജനാധിപത്യത്തെ അംഗീകരിക്കില്ല. അപ്പോൾ അവരിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അനിൽ നമ്പ്യാർ.